ഒരാള് വന്നേക്കണ്. മഴ ആള് വന്നിട്ടുണ്ട്. കൂടെ എന്തെങ്കിലും കൂടെ ഉമ്മ ഇവിടെ വന്നു കഴിയുമ്പോ എന്തെങ്കിലും കൊടുക്കും. അത് കാരണം അകത്തേക്ക് കയറാൻ നോക്കാനുണ്ടാ കൊടുക്ക്. സ്ഥിരമായിട്ട് ഇതുപോലെ കൊടുത്തു കഴിഞ്ഞാ ആ വീടിന്റെ മുറ്റത്തേക്ക് ഏത് മൃഗാണെങ്കിലും പ്രത്യേകിച്ച് ഇതിങ്ങനെ പിടിച്ചു കൊടുത്താൽ മതി നീളത്തിൽ. പിന്നെ ആ കൊടുക്കണ ആളെ ഭയങ്കര ഇഷ്ടമായിരിക്കും. ഇന്ന് എത്ര കെട്ട് പുല്ലർത്തുമ്മ? മാ 3 കെട്ട് പുല്ലറുത്തോണ്ടും വന്നിട്ട് ഇവന്മാര് പോയി പിടിച്ചോണ്ട് വരാറുണ്ട്. പുല്ലറുത്ത് കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. തീറ്റ കൊടുക്കണേലല്ല ഉമ്മാക്ക് പുറത്തേക്ക്. എന്നാലും ഉമ്മാക്ക് ഒരു മൃഗങ്ങളും ചെറുപ്പം മുതലേ പട്ടിണി കിടക്കുന്നുള്ളൊരു തോന്നല. ഇങ്ങനെ തീറ്റ കൊടുത്ത് ഇങ്ങനെ വയറ് നിറക്കും. ഇതിങ്ങനെ നമ്മൾ തീറ്റ കൊടുത്തു കഴിയുമ്പോഴേ നമ്മുടെ കൈ ഇങ്ങനെ നക്കും. ആ നക്കുമ്പോ ഇങ്ങനെ നക്കിണ്ട്. അപ്പൊ നമ്മുടെ സ്മെല്ല് എന്തിനു കിട്ടും? ഈ കുതിരക്ക് കിട്ടും. അപ്പൊ നമ്മളെ ഭയങ്കരമായിട്ട് നമ്മളെ തൊട്ടടുത്ത് ചെന്നാലും അല്ലെങ്കിൽ ഒരു 10-200 മീറ്റർ അപ്പുറത്ത് ചെന്നാലും നമ്മുടെ സ്മെല്ല് പിടിച്ചിട്ട് ഇവൻ നമ്മളെ ശബ്ദം ഉണ്ടാക്കി വിളിക്കും അടുത്തേക്ക് വരാൻ. എന്തിനാന്ന് വെച്ചാൽ തീറ്റക്ക് വേണ്ടിയാണ്. ഇത് കടിക്കുന്നതല്ല. ഇതിങ്ങനെ നമ്മളിങ്ങനെ കമ്മി നമ്മളോട് ഇഷ്ടം കാണിച്ചുകൊണ്ടിരിക്കും. ഉമ്മ വീണ്ടും ബിസ്ക്കറ്റായിട്ട് വന്നിട്ടാ. മക എപ്പോഴും തീറ്റ കൊടുത്തോണ്ടിരിക്കും. കണ്ടാ നിന്നെ അവനെ കണ്ടറിയാം. അവനൊന്നും കൊടുക്കൂല ആള്. ആ വയറ്റിൽ ഇരിക്കണണ്ടാ. കവറ് പടി അടിച്ചോ. അവനങ്ങനെയൊന്നുമില്ല. നമ്മ കൊടു നിവർത്തി വെച്ച് കൊടു. എന്നിട്ടാണ് അതിന്റെ പേര് നമ്മൾ ഇട്ടിട്ടില്ലാട്ടാ. അപ്പൊ ആർക്കെങ്കിലും പേരൊക്കെ ഇടാൻ താല്പര്യം ഉണ്ടെങ്കിൽ മെയിലാണ്. അപ്പൊ മെയിലിന് പറ്റിയ പേര് എന്റെ കയ്യിൽ കവറുള്ളൂ. അപ്പൂന്റെ അക്കു. ആദ്യത്തെ നമ്മുടെ കുതിര അക്കു എന്ന് പറഞ്ഞ അതിന്റെ പേര് അക്ബർ. അപ്പൊ അതിനെ വിളിച്ചുകൊണ്ടിരുന്ന അക്കു എന്ന് പറഞ്ഞിട്ടാ. അപ്പൊ എല്ലാവരും ഇതാണെങ്കിൽ ഭയങ്കര സൈലന്റ് സാധനമാണ്. നല്ല ക്യാരക്ടറാണ്. ഇങ്ങനെ ഇങ്ങനെ ഇത് കവറാണ് എന്റെ കയ്യിലല്ല. അതെ അക്കി അടിച്ചോ. ബിസ്ക്കറ്റിന്റെ പൊടിയാണ്. കഴിച്ച ഈ പരിസരത്ത് വന്ന ഓടി ഇവിടെ വരും. എന്നും ആര് തീറ്റ കൊടുക്കുന്നോ അവരുടെ പുറകെ പോകും. ഇതെങ്ങനെ കാലിന് തൊഴിയോ കടിയോ ഇതൊന്നും ഇല്ലാട്ടാ. ആർക്കും വേണമെങ്കിലും എന്ത് വിറ്റൊന്നും ഇല്ല. വിറ്റൊന്നും ഇല്ലാതെ ഇവനെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നടക്കാം. ഇപ്പൊ തിന്നണ ടൈമാണ്. എന്താ സിമ്പിളായിട്ട് ഇതിന്റെ അടുത്തൊക്കെ പോവാ. നമുക്കിങ്ങനെ നിൽക്കാം. ഇതൊന്നും ഒരു പ്രോബ്ലം ഇല്ലാത്തത്. നല്ല സൈലന്റ് ആണ്. എപ്പോഴും കുതിരക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് ക്യാരക്ടറാണ്. ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ കുതിരയുടെ എന്ന് പറഞ്ഞാൽ സൈലന്റ് ആയിരിക്കും. ഒരാൾ വന്നാൽ കടിക്കുകയോ തൊഴിക്കുകയോ ഒന്നുമില്ല. അങ്ങനത്തെ ഒരു സംഭവമാണ്. ഇതാ കാണുന്നവന്മാരൊക്കെ എപ്പോഴും കൊണ്ടുപോകും. ഇത് തിരിഞ്ഞിരിക്കണേ. എങ്ങനെയല്ലേ അവിടെ കൊണ്ടുപോയിടാ. ഇച്ചിരി പുല്ല് കൊടുത്തേ. അവിടെ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി ആ ഫ്രണ്ടിൽ ചെടി തിന്നരുതിട്ടാ. പോകണ്ട. പയ്യന്മാരുടെ ഒപ്പം പോകും. തീർന്നു അതെ. ആ താഴ്ചയെ കൊണ്ടുപോയിക്കോ. വാ ഇങ്ങോട്ട് വാ. അവനാ ബിസ്ക്കറ്റ് അവിടെ കിട്ടിയിട്ട് വാ. ബിസ്ക്കറ്റ് പോട്ടെ. അങ്ങോട്ട് പോട്ടെ. ജെമി പിടിച്ചോണ്ട് പോയി. അങ്ങനെ ഇവിടെ ജെമി പിടിച്ചോ. വാ തിന്നാൻ പോണെയാണ്. തിന്നാൻ പോണെ. ചെവി ഇട്ടിക്കില്ല. നേരെ പറമ്പിലേക്ക് പോട്ടെ. ഏത് ചെടി റോസാപ്പൂവൊക്കെ വേണി ഇവനെ അടിച്ചോളും. ഇവനെങ്ങനെ ഇന്നത് തിന്നോളൂ ഇന്നത് തിന്നൂലെന്നൊന്നുമില്ല. സാധാരണ കുതിരയുടെ ബാക്കിൽ ഇങ്ങനെ പോകാൻ പാടില്ല. പക്ഷെ ഇവന്റെ ബാക്കിൽ വന്നതുകൊണ്ട് അവർക്ക് കുഴപ്പമില്ല. ഇതൊന്നും അറിയാൻ പാടില്ലാത്തൊരു പോകുന്നത്.